ആര് മുന്നിൽ ആര് പിന്നിൽ വിധി ദിനം മെയ് 4 തിങ്കളാഴ്ച രാവിലെ 5 മണി മുതൽ തത്സമയം 24. പിന്നെ ഇപ്പൊ പറഞ്ഞല്ലോ, ഏട്ടത്തിയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് ഏട്ടന്റെ ആണോന്ന് സംശയമുണ്ടെന്ന്. അതിനുള്ള മറുപടിയാ ഞാൻ ഇപ്പൊ പറഞ്ഞത്. ഈ നിൽക്കുന്നവള് വിശേഷം അറിയിച്ച അമ്മ സംശയിക്കണം. ഇവള് ചിലപ്പോ തെറ്റുകൾ ചെയ്യാൻ സാധ്യതയുണ്ട്. ഇവളുടെ വയറ്റിലൊരു കുഞ്ഞ് ജനിച്ച അതിന്റെ അച്ഛൻ അമ്മയുടെ മോനാണോന്ന് ഉറപ്പ് പറയാനൊന്നും പറ്റില്ല. നിർത്തടി. നിന്റെ ഏട്ടത്തിന്ന് പറയുന്നവളുടെയും സ്വഭാവം അല്ലടി എനിക്ക്. അല്ല, അതിനേക്കാൾ മോശമാ. ദേ, എല്ലാം കഴിഞ്ഞു നിൽക്കുക ഞങ്ങള്. കാരണത്ത് പാട് വീഴണമെങ്കിൽ കടന്നു പോടി. അതിന് കടന്നു പോവാനല്ല വന്നത്. എന്റെ ഏട്ടനെ ഏടത്തെയും കാണാനാ. നീ കണ്ടില്ലേ? വിഷുവായിട്ട് ശരിക്ക് കണ്ടില്ലേ രണ്ടിനെയും? പിന്നെ എന്തിനാടി ഇങ്ങോട്ട് വന്നത്? ഇങ്ങോട്ട് വന്നതേ ഇത് എനിക്കും കൂടി അവകാശപ്പെട്ട വീടാണെന്നുള്ള ബോധം ഉള്ളതുകൊണ്ടാ. നിനക്കെങ്ങനെയാടി ഇവിടെ അവകാശം വരുന്നത്? എന്റെ ഏട്ടന്റെ ഏട്ടത്തിയുടെയും വീട് എന്റെയും വീട് തന്നെയാ. ഇവിടേക്ക് വരണ്ടെന്നും താമസിക്കണ്ടെന്നും അവര് പറയില്ല. ഇവിടെ ഇപ്പൊ അധിക പറ്റുകൾ നിങ്ങളൊക്കെ തന്നെയാ. അമ്മേ, ഇവളോട് പോവാൻ പറ. ഇനി ഇതുപോലുള്ള സംസാരം കേട്ടാലേ എന്റെ സമനില തെറ്റും. സമനില തെറ്റിയാലേ ഏതെങ്കിലും ഡോക്ടറെ പോയി കാണണം. അല്ലാതെ വീട്ടിൽ കയറി വരുന്നവരോട് നിന്റെ വൃത്തികെട്ട സ്വഭാവം പുറത്തെടുത്താലേ അതിന് തക്കതായ മറുപടി കിട്ടിയിരിക്കും. നാവ് കൊണ്ടും കൈ കൊണ്ടും. നീ അത്രയ്ക്കായോ? കടന്നു പോയി ഇവിടുന്ന്. ഇറങ്ങി പോടി. നിങ്ങൾ എന്റെ അമ്മയായതുകൊണ്ട് ഞാൻ തിരിച്ചൊന്നും പറയുന്നില്ല. ഏട്ടത്തി ഏട്ടനും കൂടെ ഒരു നാടൻ കളിച്ചതാണ് നിങ്ങൾക്കൊക്കെ പ്രശ്നമായതല്ലേ? ഏട്ടത്തിയുടെ വയറ്റിൽ കിടക്കുന്നത് ഏട്ടന്റെ കുഞ്ഞാണെന്ന് പറയാതിരുന്നതാ ഒരു വലിയ കുറ്റമായിട്ട് നിങ്ങളൊക്കെ കാണുന്നേ. അതെങ്ങനെയാ പറയുന്നേ? സ്വന്തം മകളുടെ വയറ്റിൽ ഒരു കുഞ്ഞുണ്ടായപ്പോ അതിനെ കൊന്നൊരു അമ്മയാ എന്റെ അമ്മ. അതിനു വേണ്ടി ഉള്ളിൽ വിഷം തന്നൊരമ്മയാ. അങ്ങനൊരു അമ്മയും അതിനേക്കാൾ മോശമായൊരു നാത്തൂനും ഉള്ളപ്പോ സത്യങ്ങൾ പറഞ്ഞ ആ കുഞ്ഞ് ജനിക്കാൻ നിങ്ങളൊക്കെ സമ്മതിക്കുവോ? കുഞ്ഞുങ്ങളോട് പോലും കരുണ കാണിക്കാത്ത മനുഷ്യത്വം ഇല്ലാത്തവരാ ഈ വീടിനകത്തുള്ളവര്. അങ്ങനെയുള്ളവരിവിടെ ജീവിക്കുമ്പോ അവരുടെ കണ്ണിലൊക്കെ പൊടിയിടേണ്ടി വരും. ഇതുപോലെ പല പല കള്ളങ്ങളും പറയേണ്ടി വരും. എന്നിട്ട് പറഞ്ഞില്ലേടി സത്യങ്ങളൊക്കെ? അറിഞ്ഞു. പക്ഷെ അറിഞ്ഞ സമയത്ത് കുഞ്ഞിന് കുറച്ചുകൂടി വളർച്ചയുണ്ടായി. അല്ലെങ്കിൽ എല്ലാവരും കൂടെ മുകളിലേക്ക് അയച്ചേനെ. കഴിക്കുന്ന ഭക്ഷണത്തിലോ കുടിക്കുന്ന വെള്ളത്തിലോ കുഞ്ഞു പോവാൻ പാകത്തിന് എന്തെങ്കിലും കലർത്തി അതിനെ കളഞ്ഞേനെ. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് കൊണ്ടാടി നിനക്കൊരു അമ്മ ആവാൻ പറ്റാതെ പോയത്. നിന്റെ അച്ഛനും മുത്തശ്ശിയും ചേർന്ന് നിന്റെ കുഞ്ഞിനെ കളഞ്ഞത്. അല്ലെങ്കിൽ തന്നെ നിന്നെ പോലെ ഒരുത്തിക്ക് എന്തിനാടി കുഞ്ഞുണ്ടാവുന്നേ? അങ്ങനെ ഉണ്ടായാൽ തന്നെ ആ കുഞ്ഞിന്റെ ഭാവി എന്തായിരിക്കും? മഞ്ജു, നിർത്താനാ നിന്നോട് പറഞ്ഞത്. നിന്റെ വയറ്റിലെ കുഞ്ഞു പോയിട്ടുണ്ടെങ്കിലേ അതിന്റെ കാരണക്കാരി സകല തരികടകളും കയ്യിലുള്ള മുകളിലിരിക്കുന്നവളാടി. എന്റെ ബന്ധുക്കളെയൊക്കെ എനിക്ക് അറിയാമേ. എല്ലാവരുടെയും സ്വഭാവവും തിരിച്ചറിയാം. സ്വന്തം കൂടപ്പിറപ്പിന്റെയും നാത്തൂന്റെയും പ്രസവിച്ച അമ്മയുടെ ഒക്കെ. ഏത് പാതിരാക്കി വന്നാലുവേ എന്നെ 2 കൈ നീട്ടി സ്വീകരിക്കുന്ന ഒരാളെ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളൂ. അതിന്റെ കണ്ണേട്ടനാ. കണ്ണേട്ടനും ലക്ഷ്മിയടത്തെയും കൂടി ഒന്നിച്ചതിന് ശേഷം അവര് 2 പേരും ഉണ്ട്. എന്റെ കണ്ണൊന്ന് നിറഞ്ഞ ആ കരച്ചിലിന് പരിഹാരം കാണാൻ. ഇവളെ അല്ല അമ്മ ചേർത്ത് പിടിക്കേണ്ടത്, ഈ വീട്ടിലെ മൂത്ത മരുമകളെയാ. ഇവളും ഇവളുടെ അച്ഛനും മുത്തശ്ശിയും ഒക്കെ വിഷവാ. വിഷം, താനീ വിഷം.